നിങ്ങൾ ഗുരുവായൂർ EV ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ EV ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മൾട്ടി ലെവൽ പാർക്കിങ്ങിലുള്ള ബോൾട്ട് എർത്തിൻ്റെ ചാർജ് സ്റ്റേഷൻസ്. ഇവിടെ 3.3 കിലോ വാട്ടിൻ്റെ 3 ചാർജേഴ്സും 7.2 കിലോ വാട്ടിൻ്റെ 3 ചാർജേഴ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഗുരുവായൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലോങ് യാത്ര ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് 1-2 ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ലോ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ എവിടെ സ്പോട്ട് ഉണ്ടെന്ന് പ്ലഗ് ഷെയർ തപ്പിയപ്പോഴാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മൾട്ടി ലെവൽ പാർക്കിങ്ങിൽ ബോൾട്ട് എർത്തിൻ്റെ ചാർജ് സ്റ്റേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ വന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് വന്നപ്പോഴാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു മൾട്ടി ലെവൽ പാർക്കിങ്ങിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3.3 കിലോ വാട്ടിൻ്റെ 3 ചാർജേഴ്സും അതുപോലെ തന്നെ 7.2 കിലോ വാട്ടിൻ്റെ 3 ചാർജേഴ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആപ്പിൽ നോക്കിയിട്ട് ലൊക്കേഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിലുള്ള ലൊക്കേഷൻ ഷെയർ ചെയ്താണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയാണ് ചാർജർ എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാര്യം നമ്മളവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് സെക്യൂരിറ്റി അവിടെ സൈഡിൽ ചാർജേഴ്സ് കാണിച്ചു തന്നു. പക്ഷേ നമ്മൾ അവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ 3.3 കിലോ വാട്ടിൻ്റെ ചാർജർ മാത്രമാണ് കണ്ടത്. കാര്യം നമുക്ക് അത്രയും നേരം ചാർജ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ 7.2 കിലോ വാട്ടിൻ്റെ ചാർജർ ചൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ നിന്നൊരു പൂക്കച്ചവടക്കാരൻ ചേട്ടനാണ് പറഞ്ഞത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആക്ച്വലി ബാക്കി ചാർജേഴ്സ് ഉണ്ടെന്ന്. കാര്യം നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാർജേഴ്സും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതാണ് കറക്റ്റ് എൻട്രൻസ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് വഴി നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ ലെഫ്റ്റിലേക്ക് നമ്മൾ ടേണിങ് എടുക്കുക. അപ്പോൾ ആ ഒരു ടേണിങ്ങിൽ നമുക്ക് 3.3 കിലോ വാട്ടിൻ്റെ 3 ചാർജേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ പറയുന്ന 7.2 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ഈ 3 ചാർജേഴ്സ് 3.3 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് 7.2 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മുന്നേക്ക് പോയിട്ട് റൈറ്റ് ടേൺ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ചാർജർ വിസിബിളായിട്ട് വരുന്നത്. കാര്യം നമ്മളിവിടെ വന്നിട്ട് കുറച്ചൊന്ന് പണി വെട്ടായിരുന്നു. കാര്യം മറ്റ് ചാർജേഴ്സ് എവിടെയാണെന്നുള്ള കാര്യം ഇവിടെ നിൽക്കുന്ന നോക്കുമ്പോഴത്തേക്ക് കാണത്തില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന ടൈം കൊണ്ട് നമ്മുടെ വണ്ടിയിൽ മാക്സിമം ചാർജ് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 7.2 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സ് ഓപ്റ്റ് ചെയ്തത്. എല്ലാ ചാർജറിലും ഇവിടെ ഒരു യൂണിറ്റിന് 20 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഓവർനൈറ്റ് ചാർജ് ചെയ്യാനാണെങ്കിൽ ഈ കാണുന്ന 3.3 കിലോ വാട്ടിൻ്റെ ചാർജറിൽ ചാർജ് ചെയ്താലും മതി. അതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്യുന്ന അത്രയും ടൈം തന്നെ എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന 7.2 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സിൽ കണക്ട് ചെയ്ത് ഒരു മണിക്കൂറിൽ ഏകദേശം 7.2 കിലോ വാട്ട് കയറുന്ന രീതിയിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കാണുന്ന 7.2 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സ് DC ഫാസ്റ്റ് ചാർജേഴ്സ് അല്ല, ഇത് AC ഫാസ്റ്റ് ചാർജേഴ്സ് ആണ്. അപ്പോൾ MG കോമറ്റ് EV പുതുതായിട്ട് ഇറക്കിയ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റിയുള്ള വണ്ടികളല്ല ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിൽ ഏകദേശം 70% ചാർജ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോയി കറങ്ങി വരാനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന 7.2 കിലോ വാട്ടിൻ്റെ ചാർജറിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാനിട്ടത്. അല്ലെങ്കിൽ നമ്മൾ മേ ബി ചിലപ്പം 3.3 കിലോ വാട്ടിൻ്റെ ചാർജറിൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടേനെ. കാര്യം നമ്മുടെ ഹോട്ടൽ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ബോൾട്ട് എർത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ 200 രൂപയ്ക്ക് മാത്രമാണ് നമ്മൾ റീചാർജ് ചെയ്തത്. അപ്പോൾ എത്ര രൂപയ്ക്ക് ചാർജ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഡൗട്ട് പലർക്കും കാണും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അതുപോലെ തന്നെ എത്ര ടൈമിലേക്ക് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഇടുന്നു എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്നുള്ളതിൻ്റെ ബേസിലാണ് ഇത് വേരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കൂടുതലാണ് ഇട്ടത്. ആദ്യമേ 1 മണിക്കൂർ ഇട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ 20 മിനിറ്റ് ചാർജ് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതായത് ഏകദേശം 9.3 കിലോ വാട്ട് ചാർജ് കയറുന്ന രീതി. നമുക്ക് ആക്ച്വലി ഏകദേശം 7 കിലോ വാട്ട് മതി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ബുക്ക് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഗണ്ണ് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗണ്ണ് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചാർജിങ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഗണ്ണ് ഇവിടുന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പലർക്കും പല ആപ്ലിക്കേഷനിലും ഡൗട്ടാണ്. ചിലയിടത്ത് ഗണ്ണ് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കേണ്ടത്, ചിലയിടത്ത് സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തതിന് ശേഷമാണ് ഗണ്ണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്തു, സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തു. നമ്മൾ സ്റ്റാർട്ട് ചാർജിങ് കൊടുത്ത് അധികം ലേറ്റ് ആവാതെ തന്നെ ചാർജിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാലും അറിയാം. അപ്പോൾ ചില നേരത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ലേറ്റ് ആയിട്ടാണ് മൊബൈലിൽ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന മെഷീനിൽ നോക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെഷീനിൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ചാർജ്
ചാർജിങ് സ്റ്റാർട്ടായെന്നറിയാം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ചാർജിങ് ആ ഒരു ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഏകദേശം 70% ചാർജാണുള്ളത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് 100% സ്ലോ ചാർജ് ചെയ്തിട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 30% കയറാനായിട്ട് നമുക്ക് 8 കിലോ വാട്ടോളം ചാർജ് വേണ്ടി വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു കാൽക്കുലേഷനാണത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് 7.2 കിലോ വാട്ടിൻ്റെ 3 ചാർജേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഈ മിഡ് ഇരിക്കുന്ന ചാർജർ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു, റെഡ് ലൈനായിട്ട്. അതുപോലെ തന്നെ ആപ്പിലും ആ ഒരു ചാർജർ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചാർജറിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. നമ്മൾ വന്ന സമയത്ത് വേറെ വണ്ടികളൊന്നും ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ഇൻ കേസ് വേറൊരു വണ്ടിയും കൂടെ ഇവിടെ പാർക്ക് ചെയ്ത് ചാർജ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇടാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. കാര്യം ചിലപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റായി കഴിഞ്ഞാലും നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഗണ്ണ് റിമൂവ് ചെയ്ത് അടുത്ത വണ്ടിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ചിലപ്പം നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ തിരിച്ചു വരണമെന്നില്ല. അപ്പോൾ ഈ കാണുന്നതാണ് 3.3 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സ്. അപ്പോൾ നിങ്ങൾ രാത്രിയിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ചാർജറിൽ ചാർജ് ചെയ്താലും മതിയാവും. അപ്പോൾ എളുപ്പത്തിൽ ചാർജ് ചെയ്യണമെങ്കിൽ 7.2 കിലോ വാട്ടിൻ്റെ ചാർജേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന വഴി നമ്മൾ നേരെ ചെന്ന് കയറുന്ന അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഈ കാണുന്ന സൈഡിൽ ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടാത്ത ആൾക്കാർ വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് എൻ്റെ പോർഷനിലേക്ക് പൊയ്ക്കോളൂ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു ചാർജർ വരുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന സ്റ്റാച്ചു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുവഴി അകത്തേക്കാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് വരുന്ന ഒരുവിധമുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജറാണ്. കാര്യം നമ്മൾ അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫാസ്റ്റ് ചാർജിങ് അല്ല, സ്ലോ ചാർജിങ് ആണ്. 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ ഏകദേശം 7.2 കിലോ വാട്ട് ചാർജ് മാത്രമായിരിക്കും കയറുന്നത്. നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ആണ് ചെയ്യേണ്ടതെങ്കിൽ കിഴക്കേ നടയുടെ സൈഡിലായിട്ട് ഹോട്ടൽ ദേവരാഗത്തിൽ സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അത് 30 കിലോ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മെഷീനാണ്, സിംഗിൾ ഗണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്ലഗ്ഷെയർ ആപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ഗോയിസിയുടെ റിലക്സിൻ്റെ 2 Type 2 ചാർജറോട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൺസേൺഡ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ചാർജറൊന്നും അവൈലബിൾ ആയിട്ടല്ല കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാർച്ച് 2025 അപ്പോൾ ഈ ഒരു ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർജേഴ്സ് ഇത് 2 മാത്രമാണ്. അപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും ചാർജേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ടൈം എടുത്തു. നമ്മളിവിടെ സ്പെഷ്യൽ എൻട്രി ആയതുകൊണ്ടാണ് ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 3-4 മണിക്കൂറെങ്കിലും വേണ്ടിവരും പോയി തിരിച്ചു വരാനായിട്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഏകദേശം 76% നമ്മൾ ഗുരുവായൂർ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് സ്ലോ ചാർജ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ ഏകദേശം 91% ചാർജ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്പം വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകാം. പക്ഷേ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ 99%, ദാറ്റ് മീൻ 100% ചാർജ് ചെയ്യുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു യൂണിറ്റിന് 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. AC ചാർജിങ്ങിന് 20 രൂപ എന്നത് കുറച്ച് കൂടുതലായിട്ട് തോന്നി. കാര്യം ഇവിടെ ഇരിക്കുന്ന മെഷീൻസ് ഒന്നും ലക്ഷങ്ങളുടെ മെഷീൻസ് അല്ല. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പോലും ഇതിലും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം 30% ചാർജ് ചെയ്യാനായിട്ട് 7.03 കിലോ വാട്ടാണ് യൂസ് ചെയ്തത്. അപ്പം നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ഏകദേശം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത സമയത്ത് 180 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് 140 രൂപ മാത്രമാണ്. അതിൽ 40 രൂപ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ടുണ്ട്. ആദ്യം ചാർജ് ചെയ്യാൻ ഇട്ടപ്പം കുറച്ച് ടൈം കൂടുതൽ കൊടുത്തപ്പോഴത്തേക്ക് 180 രൂപ അക്കൗണ്ടിൽ നിന്ന് പോയപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് കിട്ടിയപ്പോൾ സമാധാനമായി. അപ്പം നമ്മൾ ഗണ്ണ് റിമൂവ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് പോയിട്ട് നമ്മുടെ ഈ അൺലോക്കിംഗ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ഗണ്ണ് റിമൂവ് ചെയ്തത്. ഇത് പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. ആദ്യം ഒരു ചെറിയ ടൈറ്റ് ഫീൽ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഗണ്ണ് റിമൂവ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെഷീൻ അടുത്ത ചാർജിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ വെച്ചതിന് ശേഷം ഇതുവരെയും 1218 കിലോ വാട്ടിൻ്റെ ചാർജിങ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ 1 കിലോ വാട്ടിന് മിനിമം 10 രൂപ വെച്ച് നോക്കിയാലും 12,000 പരം രൂപ ഈ ഒരു മെഷീനിൽ നിന്ന് തന്നെ ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മെഷീനുകളിൽ നിന്നും കൺസപ്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡെസ്റ്റിനേഷൻ ചാർജറുകൾ ഇനിയും കേരളത്തിൽ ഒരുപാട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൂറിസം ഡെസ്റ്റിനേഷനിലും ഇതുപോലെ തന്നെയുള്ള ടെമ്പിൾസ്, അതുപോലെ തന്നെ ആൾക്കാർ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഇനി അങ്ങോട്ട് കേരളത്തിലെ എല്ലാ ഹോട്ടലുകളിലും ഇതുപോലുള്ള ചാർജസ്, ഈവൻ ദോ Type 2 ചാർജർ വന്നില്ലെങ്കിലും 10,000 രൂപ താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലോ ചാർജിങ് 3.3 കിലോ വാട്ടിൻ്റെ ചാർജർ നിങ്ങൾ
നിങ്ങളുടെ ഹോട്ടലിൽ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് EV ഓണേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ ചാർജേഴ്സ് ഉള്ള ഹോട്ടലുകളായിരിക്കും. ഞാനും ഗുരുവായൂർ റൂംസ് നോക്കിയപ്പോഴത്തേക്ക് ആദ്യം നോക്കിയത് ചാർജേഴ്സ് ഉള്ള ഹോട്ടൽസ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലാത്ത ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തത്. അപ്പോൾ ചാർജർ ഉള്ള ഹോട്ടലാണെങ്കിൽ എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ ഉടമയാണെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഹോട്ടൽ ഉണ്ടെങ്കിലോ അവരുടെ ഹോട്ടലിൽ 3.3 കിലോവാട്ടിൻ്റെ ചാർജറെങ്കിലും ഫിക്സ് ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ 10,000 രൂപയെ താഴെ മാത്രമാണ് ഈ ഒരു ചാർജറിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ നമ്മൾ താഴെ ആഡ് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിലുള്ള ഒരുവിധമുള്ള എല്ലാ ഹോട്ടൽസിലും ഇതുപോലുള്ള 3.3 കിലോവാട്ടിൻ്റെ 7.2 കിലോവാട്ടിൻ്റെ ചാർജേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ EV ആയിട്ട് നമുക്ക് കേരളത്തിൽ എവിടെയും ധൈര്യമായിട്ട് പോകാനായിട്ട് സാധിക്കും. കാര്യം ഇത് സ്ലോ ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് വേറൊരു രീതിയിലുള്ള പ്രശ്നവും പറ്റുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിക്ക് ബാറ്ററി അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള സ്ലോ ചാർജേഴ്സ് ഉള്ള ഹോട്ടൽസ് ആൾക്കാർ ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പാർക്കിങ്ങിലുള്ള ബോൾട്ട് എർത്തിൻ്റെ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. EV റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.